ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. വളരെ പ്രാർത്ഥനയോടും സ്നേഹത്തോടും ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക് ഹാർദമായി അങ്ങേ സ്വാഗതം ചെയ്യുന്നു. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 90-ാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. നാം ഈ ദിവസങ്ങളിൽ ഓർത്തുകൊണ്ടിരിക്കുന്നത് രാജാവാകുവാൻ ദൈവം തിരഞ്ഞെടുത്ത ശൗലിനോടുള്ള ദൈവകൃപയുടെ വിവിധ ചിത്രങ്ങളാണ്. അതിലൊന്നും ശൗലിന് പ്രശംസിക്കാനായിട്ടില്ല എന്നുള്ളത് നാം ഓർത്ത വിഷയമാണ്. ഒടുവിലായിട്ട് നാം ഓർത്തതുപോലെ അവൻ്റെ നഷ്ടത്തിലൂടെ ദൈവം വലിയ നന്മയിലേക്കുള്ള വഴി തുറന്നു എന്നുള്ളതാണ്. നാം ഈ അധ്യായം ആരംഭിക്കുമ്പോൾ ശൗലിൻ്റെ വീട്ടിലെ കഴുതകളെ കാണാതെ പോയി. എന്നാൽ ആ കഴുതയെ അന്വേഷിച്ചു പോയ ശൗലിനെ ദൈവം എത്തിച്ചത് ഇസ്രയേലിൻ്റെ രാജപദവിയിലേക്കാണ്. അർത്ഥാൽ നമ്മൾ ഓർത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നഷ്ടങ്ങൾ, നാം മാനുഷികമായി ചിന്തിക്കുന്ന നഷ്ടങ്ങൾ, അത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവന് ദൈവിക നന്മകളിലേക്കുള്ള വാതായനമാണ് എന്നുള്ളതാണ്. തുടർന്ന് നാം ഇന്ന് ഓർക്കാനായിട്ട് പോകുന്നത് ശൗലിനോടുള്ള ദൈവകൃപയുടെ 4-ാമത്തെ ചിത്രം എന്താണ് എന്നുള്ളതാണ്. 20-ാം വാക്യമാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ശമൂവേലിന്റെ 1-ാം പുസ്തകം 9-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 3 ദിവസം മുൻപേ കാണാതെ പോയ കഴുതകളെക്കുറിച്ച് ചിന്തിക്കേണ്ട, അവയെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതായത് നമ്മൾ ഓർത്തതുപോലെ ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിങ്കൽ ശൗലിൻ്റെ പിതാവിൻ്റെ കഴുതകളെ കാണാതെ പോയെന്നും അത് അന്വേഷിപ്പാൻ ശൗലിനെ വിട്ടു എന്നുള്ളതും നമ്മൾ ഓർക്കുകയുണ്ടായി. അർത്ഥാൽ അതൊരു നഷ്ടമാണ് ആ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം. അന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത മുൻപ് നാം ഓർക്കുകയുണ്ടായി. അന്ന് സമ്പത്തിൻ്റെ അളവുകോൽ എന്ന് പറയുന്നത് മൃഗങ്ങളും അതുപോലെ തന്നെ വസ്തുവകകളും മറ്റുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ കഴുതകളുടെ കാണാതെ പോക്ക് ആ കുടുംബത്തിനുണ്ടായ നഷ്ടമാണ്. ശൗലിൻ്റെ പിതാവിനും ശൗലിനുമുണ്ടായ ഭൗതിക നഷ്ടമാണ്. എന്നാൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, അതും നാം കാണുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്കുള്ള ഒരു പാതയായിരുന്നു എന്നുള്ളതാണ്. ആ നഷ്ടത്തിനും പരിഹാരം വരുത്തുന്നൊരു ദൈവമാണ് നമുക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, രാജസിംഹാസനത്തിലേക്ക് ഈ ശൗൽ നടന്നെടുക്കുമ്പോൾ രാജസിംഹാസനവും ഈ കഴുതയുടെ കാര്യവും തമ്മിൽ ഒരിക്കലും നമുക്ക് താരതമ്യം ചെയ്യാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ഈ മാനുഷികമായ ചെറിയ നഷ്ടമായ കഴുതകളുടെ നഷ്ടപ്പെടൽ അതുപോലും വലിയതായി കണ്ട് പരിഹരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് പറയുന്നത്. കർത്താവിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ അനേക നഷ്ടങ്ങൾ അനുവദിക്കപ്പെട്ടുവെന്ന് വന്നേക്കാം. എന്നാൽ ആത്മാവിൻ്റെ കണ്ണുകൾ കൊണ്ട് നാം ശ്രദ്ധിച്ചു നോക്കിയാൽ അതൊക്കെ പരിഹരിക്കുന്നൊരു ദൈവമുണ്ട്. അത് നാം ആഗ്രഹിക്കുന്ന ഒരു സമയത്താകണമെന്നില്ല. ഇവിടെയും ശൗലിൻ്റെ ജീവിതത്തെ പഠിച്ചു നോക്കിയാൽ ശൗൽ അതിനെ തേടി നടന്ന സമയത്തൊന്നും അതിനെ ലഭിച്ചില്ല എന്നുള്ളത് നമുക്ക് ദർശിക്കുവാൻ കഴിയും. ശൗൽ തേടി നടന്നിട്ട് അതിനെ കണ്ടുകിട്ടിയില്ല. മാനുഷികമായ ചിന്തയിൽ ശൗൽ തേടി നടന്നപ്പോഴായിരുന്നുവല്ലോ അതിനെ കണ്ടെത്തേണ്ടത്. എന്നാൽ ആ സമയത്ത് കണ്ടെത്തുവാൻ കഴിയാതെ അവൻ നിരാശയിലേക്ക് വഴുതി മാറി. അല്ലെങ്കിൽ അവനെ ദൈവം രാജസന്നിധിയിലേക്ക് അല്ലെങ്കിൽ രാജാവായി ഉയർത്തുന്ന ആ സമയത്തിലേക്ക് വരുന്ന ആ പ്രത്യേക നിമിഷത്തിലാണ് ദൈവം പറയുന്നത്,
നീ കാണാതെ പോയ കഴുതകളെക്കുറിച്ച് വിഷമിക്കേണ്ട, അവയെ കണ്ടുകിട്ടിയിട്ടുണ്ട് എന്നുള്ള വസ്തുത. പ്രിയപ്പെട്ടവരെ, അതാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ നാം ജീവിക്കുമ്പോൾ ദൈവകൃപ നമ്മളെ പലതിൽ നിന്നും പൊതിഞ്ഞു പിടിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മാനുഷികമായി നഷ്ടങ്ങളെന്ന് കരുതുന്ന ഏതു കാര്യത്തിനും ദൈവത്തിൻ്റെതായ സമയത്ത് പരിഹാരം വരുത്തുവാൻ കഴിവുള്ളവനാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ദൈവം ഏൽപ്പിച്ച രാജശുശ്രൂഷയിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. അവൻ്റെ കാഴ്ചപ്പാടുകൾ വ്യത്യാസമുണ്ടായിരുന്നു. അവൻ പിന്നത്തേതിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ശരിയാണെങ്കിലും ഇസ്രയേൽ എന്ന ദൈവജനത്തിൻ്റെ രാജാവാകുക എന്ന ശുശ്രൂഷയിലേക്ക് അവൻ പ്രവേശിക്കുമ്പോൾ അവൻ അത് മുഖാന്തരമുണ്ടായ നഷ്ടത്തിലും ദൈവം ഉത്തരവാദിയായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും കർത്താവിൻ്റെ വേലയ്ക്കായി വിളിക്കപ്പെട്ടിട്ട് ചില നഷ്ടങ്ങളെ ഓർത്ത് നീ കർത്താവിനെ പിൻപറ്റുവാൻ മടിക്കുന്നെങ്കിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ദൈവം നീ ദൈവവിളി കേട്ട് അനുസരിക്കുമ്പോഴുണ്ടാകുന്ന നഷ്ടങ്ങളെ നികത്തുവാൻ മതിയായ ദൈവമാണ്. തന്നെ അനുസരിക്കുന്ന ഏവർക്കും കർത്താവ് ജാമ്യക്കാരനാണ്. ദൈവത്തെ അനുസരിക്കണമെന്ന് മാത്രം, ദൈവത്തോട് വിശ്വസ്തരായി നിൽക്കണമെന്ന് മാത്രം. അങ്ങനെയുള്ളവരെ ദൈവം എത്തിക്കേണ്ടുന്ന ശുശ്രൂഷകളിൽ എത്തിക്കുകയും ചെയ്യും. അത് തന്നെയുമല്ല, അവരുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന ഏത് നഷ്ടങ്ങളും കർത്താവിൻ്റെ ഹിതപ്രകാരം ദൈവം അത് നന്നായി നികത്തിത്തരികയും ചെയ്യും. ഒരുപക്ഷെ മാനുഷികമായിട്ട് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എന്ന് വരാം. ചില നഷ്ടങ്ങൾ ഈ ഭൂമിയിൽ നികത്തപ്പെട്ടില്ല എന്നും വന്നേക്കാം. എന്നാൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, സ്വർഗത്തിൽ നിത്യതയിൽ സകലത്തെയും പ്രതിഫലങ്ങൾ നൽകി ആദരിക്കുന്നൊരു ദൈവം നമ്മോട് വിശ്വസ്തനായിട്ടുണ്ട്. ശൗലിൻ്റെ ജീവിതം അതല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്? അവൻ്റെ കാണാതെ പോയ കഴുതകളെ തിരിച്ചു കൊടുത്തതുവഴി ദൈവം അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്: ശൗലേ, നിൻ്റെ ഏത് നഷ്ടത്തെയും എനിക്ക് നികത്താനായിട്ട് സാധിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, ഇത് ദൈവസന്നിധിയിൽ ഓർക്കേണ്ടുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ സേവിക്കുവാൻ നീ മടിക്കരുത്. കർത്താവിനെ സേവിക്കുവാൻ നീ തയ്യാറാകുമ്പോൾ പിശാച് നിന്നോട് മാനുഷികമായി സംഭവിപ്പാൻ സാധ്യതയുള്ള ചില നഷ്ടങ്ങളെ ഉയർത്തിക്കാട്ടി എന്ന് വരാം. എന്നാൽ ഓർക്കുക, നിന്റെ സകല നന്മകളും വരുന്നത് ദൈവത്തിൽ നിന്നാണ്. നീ ഇന്ന് വിലയുള്ളതായി കാണുന്ന ഏത് കാര്യവും നിനക്ക് തന്നത് സ്വർഗത്തിലെ ദൈവമാണ്. എനിക്ക് തന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ട് കർത്താവിനെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ പിന്തിരിയുവാൻ ലോകത്തിൻ്റെ ഒരു വസ്തുതകളും മുഖാന്തരമായി തീരരുത്. നമുക്ക് കർത്താവിനോട് വിശ്വസ്തരായി നിൽക്കുവാൻ ഈ ചിന്ത മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. തമ്പുരാൻ അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.